ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ പറയാൻ പോകുന്നത് രേവതിയും വർഷയും നല്ല കൂട്ടിലാണല്ലോ. അവരെ തമ്മിൽ എങ്ങനെയെങ്കിലും പിരിക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി ചന്ദ്രമതി ഓരോ കാര്യങ്ങൾ ഒപ്പിക്കുന്നുണ്ട്. എന്നാൽ അത് നേരെ വർഷയും രേവതിയും കൂടിയിട്ട് ചന്ദ്രമതിക്ക് നല്ലൊരു തിരിച്ചടി കൊടുക്കുന്ന സൂപ്പർ എപ്പിസോഡാണ് കേട്ടോ. ചാനൽ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഒരു ദിവസം മഹിമയാണെങ്കിൽ വർഷയെ കാണാനായിട്ട് ചന്ദ്രോദയത്തിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇത് തന്നെ അവസരം എന്ന് കരുതിയിട്ട് വർഷ റൂമിലിരിക്കുകയാണ്. ഈ സമയം മറ്റാരുമില്ല. ചന്ദ്രമതി അവിടെ വന്നിട്ട് വർഷയെ കുറിച്ചിട്ട് ഇങ്ങനെ ഏറ്റി പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. രേവതിയായിട്ട് വർഷ കൂട്ടുകൂടിയിട്ട് ഇപ്പം വൃത്തികെട്ട സ്വഭാവത്തിലേക്കൊക്കെ ആകുന്നുണ്ട്. ഭയങ്കര തറുതല പറച്ചിലും അഹങ്കാരവും ഒക്കെയാണ്. അത് മറ്റൊന്നുമല്ല, വർഷമോള് പാവമാണ്. അത് രേവതിയുടെ കൂടെ കൂടിയിട്ടാണ്. എന്തായാലും മഹിമ വർഷയോട് പറഞ്ഞിട്ട് രേവതിയോട് ഇനി കൂട്ടുകൂടണ്ട, അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞു കൊടുക്കാണ് കേട്ടോ. എന്നാ മഹിമ പറയുന്നുണ്ട്, അതെ ചേച്ചി ഒരു കാര്യം നിങ്ങൾ വർഷയോട് ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അവൾ അതൊന്നും അംഗീകരിക്കാനും പോകുന്നില്ല. അത് ശ്രീകാന്തിനോട് തന്നെ നേരിട്ട് പറഞ്ഞിട്ട് വർഷയെ നേരെയാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് മഹിമ അവിടെ നിന്നങ്ങ് പോകുന്നുണ്ട്. എന്നാൽ ഇത് കേട്ട് ചന്ദ്രമതി ആകെ അങ്ങ് വല്ലാണ്ടായി പോവാണ് കേട്ടോ. കാരണം മഹിമയോട് പറഞ്ഞ് രണ്ടുപേരും കൂടി തമ്മി തെല്ലിപ്പിക്കാന്ന് ഓർത്തിട്ട് അത് നടന്നില്ലല്ലോ. അങ്ങനെ മഹിമയാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അവിടെ ഇപ്പോൾ വേറെ എന്തോ വലിയൊരു പ്രശ്നം നടക്കുന്നുണ്ട്. അതെന്താണെന്ന് അറിഞ്ഞാൽ അത് കുറച്ചൊന്ന് നന്നായിട്ടൊന്ന് കത്തിച്ചു കൊടുത്താൽ ആ വീട്ടിൽ നല്ല പ്രശ്നവും അടിപിടിയൊക്കെ ഉണ്ടാവും. ആ പേരും പറഞ്ഞിട്ട് ശ്രീകാന്തിനെയും വർഷയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യാലോ എന്നൊക്കെ ഓർത്തുകൊണ്ടാണ് കേട്ടോ മഹിമ പോകുന്നത്. മഹിമ അവിടെ നിന്നങ്ങ് പോയി കഴിയുമ്പോഴേക്കും ഭാമ ചന്ദ്രമതിയോട് ചോദിക്കുന്നുണ്ട്, അല്ല ചന്ദ്രേ, നീയാണെങ്കിൽ ഇന്നത്തോടു കൂടിയിട്ട് രേവതിയുടെയും വർഷയുടെയും കൂട്ടുകെട്ട് അവസാനിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ് മഹിമയെ വിളിച്ചു വരുത്തിയല്ലോ. എന്നിട്ടിപ്പോൾ അവർ പറയുന്നുണ്ട് നീ ശ്രീകാന്തിനോട് പറഞ്ഞ് നീ തന്നെ അവസാനിപ്പിക്കാൻ. എന്നിട്ട് ഒരു ഭാവമാറ്റം ഇല്ലാതെ അവരങ്ങ് പോയല്ലോ എന്ന് ചോദിക്കുന്നുണ്ടേ. എന്നാൽ ചന്ദ്രമതി പറയുന്നുണ്ട്, അതെ അതങ്ങനെ ഉണ്ടാവും ഭാമേ. അതെ, ഈ പണത്തിന് അഹങ്കാരം മൂത്ത് നടക്കുന്നവരൊക്കെ ഇതല്ല ഇതിലപ്പുറവും പറയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ചന്ദ്രമതി പറയുന്നുണ്ട്, ഭാമേ എന്തായാലും പണത്തിന്റെ അഹങ്കാരമായിരിക്കും അല്ലേ, പണം കൂടുമ്പോൾ നമ്മളും ഇനി എങ്ങനെയാവോ. എന്തായാലും അവളെ വിളിച്ചു വരുത്തിയിട്ട് അവളെയും വർഷയും രേവതിയും തമ്മിൽ തെറ്റിക്കാന്ന് കരുതിയിട്ട് അവളെ വിളിച്ചു വരുത്തിയ എന്നോടിപ്പോൾ നിങ്ങൾ തന്നെ ഒരു വഴി കാണാം, ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ലെന്നും പറഞ്ഞിട്ട് അവൾ അഹങ്കാരം എടുത്ത് പോയത് കണ്ടില്ലേന്ന് ഇങ്ങനെ പറയുകയാണേ. അപ്പോഴേക്ക് ഭാമ പറയുന്നുണ്ട്, ഏയ് ചന്ദ്രേ, നീ അങ്ങനെ മാത്രം പറയരുത്. പണത്തിന്റെ അഹങ്കാരം കാണിക്കുന്നവരെല്ലാം ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നേ ശ്രുതി അങ്ങനെ ആയനെ. എന്നാൽ ശ്രുതി അങ്ങനെയൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. ഈ സമയം ചന്ദ്രമതി പറയുന്നുണ്ട്, ഭാമേ നീ അത് പറഞ്ഞത് എത്ര സത്യമാണ്. ഇത്രയും വലിയ പണം ഉണ്ടായിട്ടും ശ്രുതിക്ക് അതിൻ്റെതായ ഒരു അഹങ്കാരവും ഇല്ല. എൻ്റെ അടുത്ത് എത്ര വിനയത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയാണ് ശ്രുതി സംസാരിക്കുന്നതെന്നോ. പിന്നെ നമ്മുടെ കയ്യിൽ പണം ഇല്ലാത്തതിൻ്റെ അഹങ്കാരമായിരിക്കും ആ മഹിമയ്ക്കും മൂക്കും ഉള്ളത്. എൻ്റെ കയ്യിലേ കുറച്ച് പണം വന്നോട്ടെ, ശ്രുതി കുറച്ച് കഴിയുമ്പോഴേക്കും ശ്രുതിയുടെ ബിസിനസ്സൊക്കെ വലിയ ഡെവലപ്പ് ചെയ്ത് ഞാൻ വലിയ പണക്കാരിയാവും, അപ്പോൾ ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട് തള്ളയുടെയും മോടെയും അഹങ്കാരം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. എന്നാ ഭാമ ചോദിക്കുന്നുണ്ട്, അല്ല ചന്ദ്രേ, ഇനിയിപ്പോ മഹിമ വർഷയുടെ അടുത്ത് ഈ കാര്യങ്ങളും എല്ലാം സംസാരിക്കോ? ഏയ് നീ തന്നെ കേട്ടതല്ലേ ഇപ്പോ. അവർക്കാണെങ്കിൽ അവരുടെ വീട്ടിൽ വെച്ച് തന്നെ അവളെ അടക്കി ഒതുക്കി നിർത്താൻ കഴിയുന്നില്ലായിരുന്നില്ല. പിന്നെയല്ലേ നമ്മുടെ വീട്ടിലേക്ക് വന്ന അവളെ അടക്കാൻ പറ്റുന്നത്. പിന്നെ എന്തായാലും അവരുടെ വീട്ടിൽ നിന്ന് ഒരു ശല്യം ഒഴിവായല്ലോ എന്ന് കരുതിയിട്ടാണ് അവരിയ്ക്കുന്നത്. എല്ലാം ശ്രീകാന്തിനെ പറഞ്ഞാൽ മതിയല്ലോ. അവനെ തേടി പിടിച്ച് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സാധനത്തിനെ കണ്ടില്ലേ, അവള് ആണോ അല്ല പെണ്ണോ അല്ലാത്ത രീതിയിലാണ് അവള് കിടന്ന് അഹങ്കരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. ഈ സമയം ശ്രുതി പറയുന്നുണ്ട്, അത് ആൻറ്റി, നമുക്ക് ഈ കാര്യത്തിൽ വർഷയെ മാത്രം കുറ്റം പറയാൻ പറ്റില്ലല്ലോ. വർഷ രേവതിയുടെ കൂടെ കൂടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം കാരണം ആ രേവതി ഒറ്റയൊരാളാണ്. അവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാതെ ഇവിടെ ആർക്കും സമാധാനം ഉണ്ടാവില്ല എന്നിങ്ങനെ പറയുകയാണേ. ഈ സമയം ശ്രുതിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. വിമലാമ്മയാണ് കേട്ടോ വിളിക്കുന്നത്. ആൻറ്റി, എനിക്കൊരു ക്ലയൻറ്റ് വിളിക്കുന്നുണ്ട്, ഞാൻ പോയി സംസാരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കുന്നുണ്ട്.
അങ്ങനെ ശ്രുതിയാണെങ്കിൽ മാറി നിന്ന് കോൾ എടുക്കുന്നുണ്ട് കേട്ടോ. ഹലോ അമ്മേ, എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വിളിച്ചത്? അപ്പോഴേക്കും അപ്പുറം നിന്ന് സംസാരിക്കുന്നത്, ഹലോ ഇതാരാ ഇത്? എൻ്റെ അമ്മയാണ്. നിങ്ങൾ ആരാണ് ഈ ഫോൺ എടുത്ത് സംസാരിക്കുന്നതെന്ന് ചോദിക്കുവാണേ. അപ്പോഴേക്കും അപ്പുറത്ത് നിന്ന് പറയുന്നുണ്ട്, അതെ, നിങ്ങളുടെ അമ്മയുടെ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പിന് വരുന്ന ഹെൽത്തിലെ നേഴ്സാണ് ഞാൻ. അയ്യോ, എന്താ അമ്മയ്ക്ക് എന്താ ഇപ്പം പറ്റിയത്? നിങ്ങളുടെ അമ്മയ്ക്ക് ഞാൻ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി വന്നാണ്. അപ്പോഴാണ് ഇവിടെ തലകറങ്ങി ബോധമില്ലാതെ കിടക്കുന്ന കണ്ടത്. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്തണമെന്ന് പറയുകയാണ് കേട്ടോ അവർ വിളിച്ചിട്ട് ശ്രുതിയോട്. അങ്ങനെ ശ്രുതി പറയുന്നുണ്ട്, അയ്യോ സിസ്റ്റർ, ഞാൻ ഇപ്പോൾ തന്നെ എത്തിക്കോളാം, അതുവരേക്കും എൻ്റെ അമ്മേനെ ഒന്ന് നോക്കിക്കോണേ എന്ന് പറഞ്ഞിട്ട് വളരെ ധൃതി പിടിച്ചിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് ശ്രുതി ഓടി വരികയാണ് കേട്ടോ. അങ്ങനെ ചന്ദ്രമതി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. അപ്പോഴേക്കും ആൻറ്റി, എനിക്ക് അർജൻറ്റായിട്ട് ഒരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാനുണ്ട്, ഞാൻ പോവാണേന്നും പറഞ്ഞിറങ്ങാണേ. ശ്രുതി, നീ ഇത്ര തിരക്ക് പിടിച്ച് എങ്ങോട്ടേക്കാണ് പോകുന്നത്? അവിടെ നിൽക്കേ, എനിക്ക് നല്ല നടുവിന് വേദന, നീ ഒന്ന് മസാജ് ചെയ്ത് ആണെന്നും പറഞ്ഞിട്ട് ചന്ദ്രമതി അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ മുഖമൊക്കെ വല്ലാണ്ടാക്കിയിട്ട് ഈ തലയ്ക്ക് വേറെ ഒരു പണിയില്ലേന്നൊക്കെ ഇങ്ങനെ പെറുപെറുത്തുകൊണ്ട് ചന്ദ്രമതിയുടെ അടുത്തേക്ക് അങ്ങ് വരികയാണേ. എന്നിട്ട് പറയുന്നുണ്ട്, ആൻറ്റി, ഇതിപ്പോൾ ഞാൻ മീറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു VIP ക്ലയൻറ്റിനെയാണ്. അവരെ ഒരു പ്രാവശ്യം ഞാൻ കൃത്യസമയത്ത് എത്തിയില്ലെങ്കിൽ അവരിനി അങ്ങോട്ടേക്ക് വരില്ല എന്ന് തന്നെ വരാം. അവർ നല്ലൊരു കസ്റ്റമറാണ് ആൻറ്റി, ഞാൻ പോട്ടെ എന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്ക് ചന്ദ്രമതി ഇങ്ങനെ വല്ലാണ്ടാവുന്നുണ്ടെങ്കിലും പിന്നെ പറയുന്നുണ്ട്, ആ എന്തായാലും ഞാൻ കാരണം നിന്റെ ജോലിയും പണവും ഒന്നും ഇല്ലാതാവണ്ട, നീ പൊക്കോ. ഇനി ചിലപ്പോൾ ആ വർഷയുടെ അമ്മയെ പോലെ വല്ല അഹങ്കാരം പിടിച്ച സ്ത്രീയും ആയിരിക്കും, നീ പെട്ടെന്ന് പൊയ്ക്കോന്നും പറഞ്ഞിട്ട് അവിടെ നിന്നങ്ങ് പറഞ്ഞു വിടുകയാണ് കേട്ടോ. അങ്ങനെ ശ്രുതി അവിടെ നിന്ന് ധൃതി വെച്ചിട്ട് പെട്ടെന്ന് അങ്ങ് ഓടി പോകുന്നുണ്ട്. അങ്ങനെ ശ്രുതി അവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, ഓ അവളും പോയി, ഇനിയിപ്പോൾ എന്നെ നടുവ് ഞാൻ തന്നെ തിരുമാം, അല്ലാതെ എന്ത് ചെയ്യാനാ? ഭാമേ, നീ എനിക്ക് നടുവൊന്ന് തിരുമിയെന്ന് പറയാണേ. എന്നാൽ ഭാമ പറയുന്നുണ്ട്, ചന്ദ്രമതി, നീ ദേ ചന്ദ്രേ, മതി നിർത്ത്, നിന്റെ റെസ്റ്റൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് എഴുന്നേക്ക്. പിന്നെ നമ്മുടെ മറ്റേ പ്രശ്നത്തിനുള്ള പരിഹാരം നമുക്ക് പിന്നീട് ആലോചിക്കാം. ഇപ്പോൾ വേണ്ട സ്റ്റുഡൻസ് ഒക്കെ വന്നിട്ടുണ്ട്, നമുക്ക് ഡാൻസ് പ്രാക്ടീസ് കൊടുക്കാമെന്നും പറഞ്ഞിട്ട് ചന്ദ്രമതിയെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് ചന്ദ്രമതി അവിടെ നിന്ന് ചാടിപ്പടഞ്ഞൊക്കെ എഴുന്നേൽക്കുന്നുണ്ട്. ഈ സമയം സ്റ്റുഡൻസ് ഇങ്ങനെ ഡാൻസിനായിട്ട് റെഡിയായി നിൽക്കുകയാണല്ലോ. അതിനകത്തുനിന്ന് 2 പേര് മിസ്സായിട്ടുണ്ട്. അപ്പോഴേക്ക് അവർ 2 പേരും എന്ത് ചെയ്യുന്ന ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഭാമ പറയുന്നുണ്ട്, അവർ പോയി കാണും. എന്നാൽ ബാക്കിയുള്ള സ്റ്റുഡൻസ് പറയുന്നുണ്ട്, ഇല്ല മാസ്റ്റർ, അവരുടെ ബാഗൊക്കെ എവിടെ ഇരിപ്പുണ്ട്, അവരെന്തായാലും വീട്ടിൽ പോയിട്ടില്ല എന്ന് പറയുകയാണേ. അങ്ങനെ അവരെ കാണാതാവുന്നതോട് കൂടിയിട്ട് അവരുടെ പേര് വിളിക്കുകയാണ് കേട്ടോ. ഒരു പെൺകുട്ടിയും ആൺകുട്ടിയുമാണ്. അങ്ങനെ അവരുടെ പേര് വിളിക്കുമ്പോൾ തന്നെ അവർ പെട്ടെന്ന് ഒരു മുറിയിൽ നിന്നാണ് കേട്ടോ ഇറങ്ങി വരുന്നത്. എന്നാൽ ഇവർക്ക് ഭാമിക്കും ചന്ദ്രമതിക്കും ഒന്നും അവർ റൂമിൽ നിന്നാണ് ഇറങ്ങി വരുന്നതെന്ന് കാണുന്നില്ലേ. അപ്പോഴേക്ക് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എവിടെയായിരുന്നു? അല്ല മാസ്റ്റർ, ഞങ്ങൾ മുകളിൽ ടെറസിൻ്റെ മുകളിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യുമായിരുന്നോന്നേ. അപ്പോഴേക്ക് ഭാമ വയ്ക്കുന്നുണ്ട്, ആഹാ, നിങ്ങളെന്തിനാ ടെറസിൻ്റെ മുകളിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്? ഇവിടെ ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്താൽ പോലും. അല്ല, മാസ്റ്ററിൻ്റെ റിലേറ്റീവ്സ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ മുകളിൽ പോയെന്ന് പറയാനേ. അപ്പോഴേക്ക് ചന്ദ്രമതിക്ക് വലിയൊരു ഭയങ്കര ഒരു ഗമയൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇവർ നല്ല രീതിയിൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യും, അതിൻ്റെയൊക്കെ ബഹുമതിയൊക്കെ എനിക്കായിരിക്കുമല്ലോ കിട്ടാൻ പോകുന്നതെന്നൊക്കെ. എന്നാൽ നമ്മുടെ ഭാമയ്ക്ക് ചെറിയ ഡൗട്ടൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ അവരെ. എന്നാലും ചന്ദ്രമതി ഇങ്ങനെ പറയുന്നതുകൊണ്ട് തന്നെ ഭാമയും ഒന്നും പറയുന്നില്ല. ശരി ശരി, വന്നിരുന്ന് ബാക്കി പ്രാക്ടീസ് ചെയ്യുമെന്ന് പറയുകയാണേ. ഈ സമയം മഹിമയാണെങ്കിൽ ഇങ്ങനെ കാറിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ രേവതി പൂവും കൊടുത്തിട്ട് ഒരു ചേച്ചിയായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണേ. അവിടോട്ട് പോയിട്ട് മഹിമയാണെങ്കിൽ കാറങ്ങ് നിർത്തുന്നുണ്ട് കേട്ടോ. മഹിമയെ കാണുന്നെങ്കിലും രേവതി ഓടി ചിരിച്ചുകൊണ്ട് ചെല്ലുന്നുണ്ട്. ആഹാ ആൻറ്റി, എപ്പോഴാണ് വന്നേ, എവിടെ പോയതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സുഖമായിട്ട് ഇരിക്കുന്നോ എന്നൊക്കെ അന്വേഷിക്കുകയാണേ. അപ്പോഴേക്കും മഹിമ പറയുന്നുണ്ട്, നീയൊക്കെ ആ വീട്ടിലുള്ളിടത്തോളം കാലം എനിക്കൊന്നും സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയില്ലല്ലോ എന്നേ. അപ്പോഴേക്കും കൂടെ നിൽക്കുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, അവർ ചോദിക്കുന്നുണ്ട്, എന്താ രേവതി ഇവരിങ്ങനെ സംസാരിക്കുന്നത്, ആരാ ഇവര്? അത് ചേച്ചി, വർഷയുണ്ടല്ലോ, വർഷയുടെ അമ്മയായതെന്നേ. എന്തായാലും അവർ മുഖമൊക്കെ ഇങ്ങനെ വല്ലാതെ വെച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, അല്ല ആൻറ്റി, നിങ്ങളെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്, ഞാൻ എന്ത് ചെയ്തെന്നാ ഈ പറയുന്നേ? ഓ, നീ ചെയ്യുന്ന ഒന്നും നീ അറിയുന്നില്ലല്ലോ അല്ലേ, എന്തൊരു പാവം. അതെ, നിന്റെ ഉദ്ദേശം എന്താ? എൻ്റെ മകളെ അവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ നീ സമ്മതിക്കില്ലേ? അവളെ എൻ്റെ വീട്ടിലേക്ക് തന്നെ അടിയുണ്ടാക്കി പെട്ടെന്ന് എന്നെ തിരിച്ചുവിടാനാണോ നിന്റെ ഉദ്ദേശം എന്നിങ്ങനെ മഹിമ ചോദിക്കുന്നുണ്ട്. എന്നാൽ മഹിമ പറയുന്നുണ്ട്, അതെ,
നീ ഒന്നും ചെയ്യണ്ട. നീ എൻ്റെ മോളെ കൂട്ടുപിടിച്ചിട്ട് എന്തൊക്കെയാണ് അവിടെ കിടന്ന് കാട്ടി കൂട്ടുന്നത്? എന്നിട്ട് എൻ്റെ മോളുടെ മകളിൽ പഴി മൊത്തം വരണോ അല്ലേ? ചന്ദ്ര എന്നോട് എല്ലാം പറഞ്ഞു എന്ന് പറയാനേ. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ടോ, ഓ ഇപ്പം മനസ്സിലായി ആൻറ്റി, എന്നെയും വർഷയും ചേർത്തിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നത് അമ്മയാണല്ലേ. അപ്പം എത്രത്തോളം പറഞ്ഞതായിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. രേവതി വീണ്ടും പറയുന്നുണ്ട്, ആൻറ്റി നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല. ഞാനും വർഷയോടെ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ജീവിക്കുന്നത്. ഞങ്ങൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ഞങ്ങൾ സഹോദരന്മാരെ പോലെയാണ് ജീവിക്കുന്നതെന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ മഹിമയ്ക്ക് അങ്ങ് വല്ലാണ്ട് ദേഷ്യം വരുന്നുണ്ട്. മഹിമ പറയുന്നുണ്ട്, ആ നീ എന്തെന്നാ പറഞ്ഞത്? എൻ്റെ മകൾക്ക് നീ സഹോദരിയോ? എൻ്റെ മകളുടെ സ്റ്റാറ്റസിനനുസരിച്ച് നീ എങ്ങനെയാടി എൻ്റെ മോൾക്ക് സഹോദരിയായിട്ട് വരുന്നത് എന്ന് രേവതി ചോദിക്കുന്നുണ്ട്. അല്ല ആൻറ്റി, ഈ പൂ കിട്ടുന്നവർക്ക് എന്താണ് കുഴപ്പം? പൂ കിട്ടുന്ന ഞങ്ങളും അധ്വാനിച്ച് തന്നെയല്ലേ ജീവിക്കുന്നത്, അല്ലാതെ ആരുടെയും കട്ടുമുട്ടിച്ചൊന്നും ജീവിക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണേ. എന്നാൽ മഹിമ പറയുന്നുണ്ട്, ആ എല്ലാവരും നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ ആരും കഴക്കുന്നു മോഷ്ടിക്കുന്നു ഒന്നുമില്ല. എന്നാൽ ഈ പൂ കെട്ടിയിട്ട് നിനക്കൊക്കെ എന്ത് കിട്ടാനാ? അത് മനസ്സിലാക്കിയിട്ട് എൻ്റെ മോളെ വശത്താക്കി എൻ്റെ മകളെ സോപ്പിട്ട് അവളുടെ കയ്യിൽ നിന്ന് സ്വർണവും പൈസയെല്ലാം മേടിച്ചെടുക്കാനല്ലേ നീ നിന്റെ കെട്ടിയാനും കൂടി പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് മഹിമ ചോദിക്കുകയാണേ. എന്ന് രേവതി വീണ്ടും പറയുന്നുണ്ട്, ദേ ആൻറ്റി, വർഷയുടെ അമ്മയായതുകൊണ്ട് മാത്രമാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. പിന്നെ നിങ്ങൾ പറയുന്നത് പോലെ ഇത്ര ഗതികേടൊന്നും ഏതായാലും ഇപ്പം ഞങ്ങൾക്കില്ല. ഞാനും എൻ്റെ സച്ചിയേട്ടനും നല്ല രീതിയിൽ അധ്വാനിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. ഞങ്ങൾക്കാരുടെയും പണവും സ്വത്തും ഒന്നും കണ്ടിട്ട് ആഗ്രഹിക്കുന്നു അല്ല ഞങ്ങളെന്ന് പറയുകയാണേ. എന്നാൽ വീണ്ടും മഹിമ വിടുന്നില്ല കേട്ടോ. മഹിമ പറയുന്നുണ്ട്, അതെ നീ വലിയ പുണ്യാളത്തി ഒന്നും ആവണ്ട. നിങ്ങളുടെ സ്വത്ത് കണ്ട് മോഹിച്ചിട്ടല്ലേ പിന്നെ അന്ന് ആ ഫംഗ്ഷന് വെച്ചിട്ട് എൻ്റെ മോളുടെ സ്വർണ്ണമാല മോഷ്ടിക്കാൻ ശ്രമിച്ചവളല്ലേടി നീ. അത് മറിക്കാൻ വേണ്ടിയിട്ട് നിന്റെ കെട്ടിയോനെ എൻ്റെ ഹസ്ബൻഡിനെ അടിക്കുക വരെ ചെയ്തു. അങ്ങനെ പ്രശ്നമൊക്കെ സോൾവ് ചെയ്ത് ഒന്നും അറിയാത്ത രീതിയിൽ അങ്ങ് പോകാമെന്നായിരുന്നു കരുതിയതല്ലേ എന്നൊക്കെ പറയാം കേട്ടോ. ഇതിങ്ങനെ മഹിമ ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ രേവതിയുടെ കൺട്രോൾ അങ്ങ് പോകുന്നുണ്ട്. ദേ ആൻറ്റി, ഇനി നിങ്ങൾ വാ തുറന്ന് ഒരക്ഷരം മിണ്ടിപ്പോരുത്. എൻ്റെ ഭർത്താവിന് എൻ്റെ സച്ചിയേട്ടനെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? വർഷയുടെ അമ്മയാണല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതെല്ലാം കേട്ട് റോഡാണെന്ന് പോലും സഹിച്ച് ഞാൻ മിണ്ടാതിരുന്നാൽ. എന്നാൽ നിങ്ങളുടെ നാക്ക് അതിര് കടക്കുന്നുണ്ട്. ഇനി എൻ്റെ സ്വഭാവം മാറുമെന്നൊക്കെ പറയുകയാണേ. എന്നാൽ മഹിമിക്കുന്നുണ്ട്, ആഹാ കൊള്ളാവില്ലോടി, നീ എന്നെ എന്ത് ചെയ്യും? അതെ ആൻറ്റി വേണ്ട, നിങ്ങളുടെ പണം മോഹിക്കുന്നവരല്ല ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇനി എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരരുതെന്ന് ഇങ്ങനെ തീർത്ത് പറയുകയാണേ. എന്നാൽ മഹിമ പറയുന്നുണ്ട്, അതെ നിങ്ങൾക്ക് പണത്തിനോട് മോഹമില്ല പിന്നെ എന്തിനടി എൻ്റെ മോളെ വശത്താക്കിയിട്ട് അവിടെ കിടന്ന് ചന്ദ്രയോട് വഴക്കുണ്ടാക്കുന്നത്? മഹിമ വീണ്ടും പറയുന്നുണ്ട്, അതെ നീ എൻ്റെ മോളെ കുറിച്ചിട്ട് ആവശ്യമില്ലാത്തതെല്ലാം ചെയ്തു കൂട്ടിയിട്ട് ചന്ദ്രയുടെ അടുത്ത് പറഞ്ഞ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. വീണ്ടും രേവതി പറയുന്നുണ്ട്, ദേ വേണ്ട, നിങ്ങളൊന്നും മിണ്ടാതിരുന്നോ. അതെ ഇതൊന്നും സത്യമല്ലേ പിന്നെ നിന്റെ അമ്മായിയമ്മ തന്നെയാടി ഇതെല്ലാം എന്നോട് പറഞ്ഞാന്ന് രേവതിയോട് പറയുന്നുണ്ട്. എന്നാൽ രേവതി പറയുന്നുണ്ട്, അതെ എൻ്റെ അമ്മായിയമ്മ പറഞ്ഞെന്ന് കരുതിയിട്ട് അത് ഉള്ളതെല്ലാം സത്യമാകണമെന്നില്ലല്ലോ. നിങ്ങൾക്ക് സത്യം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകൾ വർഷയോട് പോയി തന്നെ ചോദിക്കുക. അവള് സത്യങ്ങൾ പറയുന്നിങ്ങനെ രേവതി പറയുന്നുണ്ട്. എന്നാൽ മഹിമ വീണ്ടും പറയുന്നുണ്ട്, ഓഹോ അത് ശരി, നീ പറയുന്ന അനുസരിച്ച് സംസാരിക്കാനും കൂടിയിട്ട് എൻ്റെ മകളെ നീ മാറ്റി വെച്ചിട്ടുണ്ടല്ലേ. എന്തായാലും കാശിന് വേണ്ടിയിട്ടല്ലേ നീ ഇതെല്ലാം ചെയ്യുന്നത്. നിനക്ക് എത്ര കാശ് വേണമെന്ന് പറഞ്ഞാൽ മതി, അത് ഞാൻ തരാം. നീ എന്തായാലും എൻ്റെ മകളുടെ ജീവിതം നശിപ്പിക്കില്ലെന്ന് പറയുകയാണേ. അപ്പോഴേക്ക് രേവതി ചോദിക്കുന്നുണ്ട്, പണവോ? ആർക്ക് വേണം നിങ്ങളുടെ പണം? എന്നാൽ മഹിമ വീണ്ടും പറയുന്നുണ്ട്, അതേടി നീ കൂടുതൽ സംസാരിക്കണ്ട, അതെല്ലാം എനിക്ക് മനസ്സിലായ കാര്യം തന്നെയാ. പിന്നെ നീ കാശിന് ആഗ്രഹിക്കുന്നില്ല, പിന്നെ അതുപോലെ തന്നെ വേറൊരു കുട്ടിയും കൂടി ആ വീട്ടിലുണ്ടല്ലോ, ശ്രുതി. അവള് വലിയ കാശുകാരിയുടെ വീട്ടിൽ നിന്ന് വന്നതല്ലേ. എന്നിട്ട് നീ എന്തുകൊണ്ടാ അവളെ ഇങ്ങനെ തൂണ്ടിവിട്ട് വഴക്കുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? എന്തായാലും നിന്റെ അത്രയും അവള് തരം താഴില്ല. കാരണം അവളുടെ സ്റ്റാറ്റസ് എന്താ, നിന്റെ സ്റ്റാറ്റസ് എന്താ? പണത്തിന് അതിൻ്റെതായ മൂല്യം ഉണ്ടെന്നുള്ളതേ നിന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ തിരിച്ചറിയാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടേ. അപ്പോഴേക്ക് രേവതി വീണ്ടും ചോദിക്കുന്നുണ്ട്, അല്ല എന്നെ പോലെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? പിന്നെ ഞങ്ങൾ ആരുടെയും കാശും പണവും ഒന്നും ആഗ്രഹിച്ചും മോഷ്ടിച്ചിടല്ല ജീവിക്കുന്നത്. നല്ല രീതിയിൽ അന്തസ്സായിട്ട് കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്. എൻ്റെ കുടുംബക്കാരും അങ്ങനെ തന്നെയാണ്. പിന്നെ നിങ്ങൾ കുടുംബക്കാരെ കുറിച്ച് കൂടുതൽ സംസാരിക്കാനൊന്നും നിൽക്കണ്ട.
ഓ, നിന്റെയൊക്കെ വലിയ പൂ കെട്ടുന്ന കുടുംബം. ഒരു തള്ളയാണെങ്കിലിരുന്ന് അമ്പലത്തിന്റെ വാതിക്കലിരുന്ന് പൂ കെട്ടുന്നുണ്ട്. ഒരനിയത്തി ഉള്ളത്, അവളും ഇങ്ങനെ നടന്ന് ആരെങ്കിലുമൊക്കെ പറ്റിച്ച് ജീവിക്കായിരിക്കും. നിനക്കിപ്പോ എന്റെ മോളെ പറ്റിച്ച് അവളുടെ കയ്യിൽ നിന്ന് കാശ് തട്ടണം, അതല്ലേടി നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ടേ. ഇതെല്ലാം കൂടെ കേൾക്കുമ്പോഴേക്ക് രേവതിക്ക് ആകെ അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. രേവതി പറയുന്നുണ്ട്, നിങ്ങളെ പോലെയല്ല ഞങ്ങൾ നല്ല അന്തസ്സോട് കൂടിയിട്ട് എൻ്റെ അമ്മയും ഞാനും എൻ്റെ അനിയത്തിയെല്ലാം നേർമയോട് കൂടി കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ഒരു ദിവസേ ഒരു 30 മുഴം പൂവോളം കെട്ടിയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾക്ക് അതിന് സാധിക്കുമോ? നിങ്ങളെ ഒറ്റ ദിവസം കൊണ്ട് കിടപ്പിലായി പോകുമെന്ന് പറയാനേ. നീ എന്താടി ഒരു മര്യാദയില്ലാതെ സംസാരിക്കുന്നത്? അതെ, നിങ്ങൾക്കൊക്കെ എന്ത് മര്യാദയാണ് തരേണ്ടത്? പിന്നെ ഈ മര്യാദ എന്ന് പറയുന്ന സാധനം ചോദിച്ചു വാങ്ങിക്കേണ്ട ഒന്നല്ല, അത് തരണമെന്ന് മറ്റുള്ളവർക്കും കൂടി തോന്നണം. പിന്നെ ഇത്രയും നേരം ഞാൻ ഇത്രയും മാന്യമായിട്ട് സംസാരിച്ചത് വർഷയുടെ അമ്മയായതുകൊണ്ട് മാത്രമാണ്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ വഴിയരികി കിടക്കുന്ന ഒരു കല്ലെടുത്ത് തല തന്നെ അടിച്ചു പൊട്ടിച്ചേനേന്നിങ്ങനെ രേവതി പറയുകയാണേ. രേവതിയുടെ മട്ടും പാവവും ഒക്കെ കാണുമ്പോൾ മഹിമയ്ക്ക് ചെറിയൊരു പേടിയൊക്കെ ആവുന്നുണ്ട് കേട്ടോ. കാരണം ഭയങ്കര പാവമായിട്ട് നിൽക്കുന്ന രേവതിയെ മാത്രമേ മഹിമ കണ്ടിട്ടുള്ളല്ലോ. എന്നാൽ ഇപ്പോൾ മഹിമ രേവതിയുടെ മുഖഭാവമൊക്കെ കാണുമ്പോൾ ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. അതെ, നിന്റെ അമ്മായിയമ്മ പറഞ്ഞതുപോലെ തന്നെ നീ ഒരു അഹങ്കാരിയും വില്ലത്തിയാണല്ലോടി. നിന്നോടൊന്നും സംസാരിച്ച് നിന്നാലേ എൻ്റെ സ്റ്റാറ്റസിന് ചേരില്ല. എന്തായാലും എൻ്റെ മോളുടെ ജീവിതം നശിപ്പിക്കില്ലെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കാർ എടുത്തുകൊണ്ട് മഹിമ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. ഈ സമയം മഹിമയുടെ അമ്മ കാറും എടുത്തുകൊണ്ട് പോകുന്നതും രേവതി അവിടെ നിൽക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ നമ്മുടെ സച്ചി വന്ന് രേവതിയുടെ അടുത്ത് കാറ് നിർത്തുന്നുണ്ട്. അല്ല സച്ചിയേട്ടൻ എന്താ ഇവിടെ? എൻ്റെ രേവതി, റോഡിലാണല്ലോ എൻ്റെ ജീവിത മാർഗം തന്നെ. ഒരു ട്രിപ്പ് പോയിട്ട് വന്ന വഴിയാണ്, നിന്നെ കണ്ടപ്പോൾ നിർത്തിയെന്നേ ഉള്ളൂ. അല്ല വർഷയുടെ അമ്മ എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ സച്ചി ചോദിക്കുകയാണേ. രേവതി അപ്പോൾ പറയുന്നുണ്ട്, അത് സച്ചിയേട്ടാ, വർഷയുടെ അമ്മ എന്നോട് പൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്നേ. അല്ല അവർ കാറിൽ കയറുന്ന സമയത്ത് അവരുടെ കയ്യിൽ പൂവൊന്നും കണ്ടില്ലല്ലോ എന്ന് സച്ചി പറയുമ്പോൾ വീണ്ടും രേവതി പറയുന്നുണ്ട്, അല്ല സച്ചിയേട്ടാ, എന്നെ കാണാൻ വേണ്ടിയിട്ട് അവർ വണ്ടി ഓടിച്ചു പോയതാണ്. എന്നെ കണ്ടപ്പോൾ ജസ്റ്റ് സംസാരിക്കാൻ വേണ്ടി നിർത്തിയതേ ഉള്ളെന്നിങ്ങനെ പരിഭ്രമത്തോടു കൂടി രേവതി പറയുകയാണേ. എന്നാൽ സച്ചി ഇരിക്കുന്നുണ്ട്, അല്ല രേവതി, നീ എന്താ കാര്യങ്ങൾ മാറ്റി മാറ്റി പറയുന്നത്? അല്ലാതെ വേറെ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. രേവതി, നീ പറയുന്നതൊന്നും സത്യമല്ല. വർഷയുടെ അമ്മ നിന്നെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും വന്നത്. എന്താ രേവതി, അവരെന്താ പറഞ്ഞതെന്ന് പറയാനേ. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ, ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇല്ലാത്ത കാര്യം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്നാൽ അടുത്ത് നിന്ന് ആ ചേച്ചി ഉണ്ടല്ലോ, അവര് പറയുന്നുണ്ട്, രേവതി, നീ എന്തിനാ സച്ചിയുടെ അടുത്ത് കള്ളത്തരം പറയുന്നതെന്ന് പറയുന്നുണ്ട്. എന്നാ ചേച്ചി നിങ്ങൾ മിണ്ടാതിരിയെന്നും പറഞ്ഞിട്ട് രേവതി അതിനെ തടയാനും ശ്രമിക്കുന്നുണ്ട്. ഈ സമയം സച്ചി പറയുന്നുണ്ട്, അത് തന്നെ രേവതി, ചേച്ചി പറഞ്ഞ പോലെ. എന്താ ചേച്ചി, ഇവള് പറയില്ല എന്താ നടന്നേന്ന് പറയാനേ. അപ്പോഴേക്കും ആ ചേച്ചി പറയുന്നുണ്ട്, അത് സച്ചി, രേവതിയുടെ അടുത്ത് ആ സ്ത്രീ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ട് എന്തൊക്കെയോ ആവശ്യമില്ലാത്തത് പറഞ്ഞു. അവരുടെ മകളുടെ ജീവിതം നശിപ്പിക്കല്ലെന്നും അവരുടെ മകളോട് കൂട്ടുകൂടുന്നത് അവരുടെ പണം തട്ടിയെടുക്കാനും ആണെന്നൊക്കെ ഉള്ള രീതിയിലാണ് അവര് സംസാരിച്ചിട്ട് പോയെന്ന് പറയാണ്. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, ചേച്ചി എന്തിനാ ഈ കാര്യങ്ങളൊക്കെ സച്ചിയേട്ടനോട് പറയുന്നത്? അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതേ രേവതി, അവരെങ്ങനെ ചുമ്മാ വണ്ടി നിർത്തിയിട്ട് സംസാരിച്ചിട്ട് പോകുന്ന ഇനമല്ല. എന്തെങ്കിലും പ്രശ്നങ്ങളുമായിട്ട് അവര് വരാറുള്ളൂ എന്ന് എനിക്കറിയാലോ. അല്ല രേവതി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ സംസാരിക്കാനായിട്ട് ഇവിടെ എന്താ പ്രശ്നം ഉണ്ടായതെന്ന് ചോദിക്കണേ. ഒന്നുമില്ല സച്ചിയേട്ടാന്നിങ്ങനെ രേവതി പറയുന്നുണ്ടെങ്കിലും സച്ചി വീണ്ടും പറയുന്നുണ്ട്, രേവതി, എന്തായാലും ഇവരിങ്ങനെ വിട്ട ശരിയാവില്ല. വെറുതെ അവരെ ഇങ്ങനെ വായിൽ തോന്നിയത് വന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട്. എന്നിട്ട് നീ മിണ്ടാണ്ട് കേട്ട് നിന്നോന്ന് ചോദിക്കുകയാണെ. അപ്പോഴേക്കും ആ ചേച്ചി പറയുന്നുണ്ട്, അല്ല മോനെ, നിങ്ങൾ നേർവഴിയിൽ സമ്പാദിക്കുന്നില്ലെന്നും അവരുടെ മോളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാനുള്ള ശ്രമമാണെന്നൊക്കെയാ പറഞ്ഞേന്നേ. അപ്പോഴേക്കും സച്ചിക്ക് അങ്ങ് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് രേവതി, നീ മിണ്ടാതിരുന്നോ? അല്ല സച്ചിയേട്ടാ, ഞാൻ അവർക്ക് തക്കതായ മറുപടി കൊടുത്ത് തന്നെ വിട്ടത്. എന്നാലും നമ്മൾ എന്താണ് നേരായ വഴിയിൽ സമ്പാദിക്കാത്തതെന്ന് ഒന്നറിയണമല്ലോ. നീ വണ്ടിയിലേക്ക് കയറ്, ഇതൊന്ന് പോയി ചോദിച്ചിട്ടേ ഉള്ളെന്നും പറഞ്ഞിട്ട് രേവതിയെ ഇങ്ങനെ സച്ചി പിടിച്ച് വലിക്കാണ് കേട്ടോ. സച്ചിയേട്ടാ, എൻ്റെ വണ്ടി ഇവിടെ ഇരിക്കുകയാണ്, ദേ ചേച്ചി ഈ താക്കോലൊന്ന് വീട്ടിൽ വെച്ചേക്കണേന്നും പറഞ്ഞിട്ട് സച്ചി രേവതിയുടെ സ്കൂട്ടിയുടെ താക്കോലൂരി ആ ചേച്ചിയെ അങ്ങേപ്പിച്ചിട്ട് രേവതിനെ കാറിൽ കയറ്റിക്കൊണ്ട് പോവാണ്.
ആ ചേച്ചി അപ്പോൾ വീണ്ടും പറയുന്നുണ്ട്, അതേ സച്ചി, രേവതിയെ നടു റോഡിലെത്തിട്ട് എന്തിനാണ് അവർ അത്രയും മോശമായി സംസാരിച്ചതെന്ന് ചോദിക്കുക തന്നെ വേണം സച്ചി. അവരെ വെറുതെ വിടാൻ പാടില്ലെന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചി ഭയങ്കര ദേഷ്യത്തോടു കൂടിയിട്ട് കാർ ഓടിച്ച് ഇങ്ങനെ പോവാണ്. രേവതിക്ക് ആകെ ഒരു ടെൻഷൻ ആവുന്നുണ്ട്. ഇനി സച്ചി പോയിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമോ എന്ന് ഓർത്തിട്ട്. ഈ സമയം ചന്ദ്രമതി ആണെങ്കിൽ ഇങ്ങനെ രാവിലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. മഹിമയെ നന്നായിട്ടൊന്ന് ഇളക്കി വിട്ടിട്ടുണ്ട്. അതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് കാത്തിരുന്ന് കാണണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണേ. ഈ സമയം ശ്രീകാന്തും വർഷയും കൂടിയിട്ട് കയറി വരുന്നുണ്ട്. അവരെ കാണുന്നതും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ ഇന്നെന്താ നേരത്തെ വന്നത്? വർഷ ഇപ്പൊ പറയുന്നുണ്ട്, അല്ല ആൻറ്റി, ഇതെന്താ ഓഫീസോ മറ്റോ ആണോ കൃത്യസമയത്ത് പോവാനും വരാനും അങ്ങനെ വല്ലോ ഇവിടെ ഉണ്ടോയെന്ന് ചോദിക്കാനേ. അതെന്താ വർഷേ നീ അങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ സാധാരണ പോലെ ചോദിച്ചതല്ലേ ഉള്ളൂ എന്ന് പറയാനേ. അപ്പോഴേക്ക് ശ്രീകാന്ത് പറയുന്നുണ്ട്, അമ്മേ അത് വിട്ടേരാ, അവളെന്തോ വേറൊരു ടെൻഷനിൽ പറഞ്ഞതാണെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുക. എന്നാൽ ചന്ദ്രമതി പറയുന്നുണ്ട്, ശ്രീകാന്തേ എനിക്ക് തനിയൊന്ന് സംസാരിക്കണം. അമ്മേ തനിയെ സംസാരിക്കുന്ന കണ്ട മറ്റുള്ളവരെ വേറെന്തെങ്കിലും ചിന്തിക്കുമെന്ന് പറയണേ. അല്ല, എനിക്ക് നിന്നോടാ സംസാരിക്കാനുള്ള എന്ന് പറയുകയാണേ. ശ്രീകാന്തേ എനിക്ക് തലവേദന എടുക്കുന്നു. അമ്മയ്ക്ക് തനിയെ സംസാരിക്കാനുണ്ടെന്നല്ലേ പറഞ്ഞത്? നീ സംസാരിച്ചിട്ട് വാ, ഞാൻ റൂമിൽ പോയി ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്നും പറഞ്ഞിട്ട് വർഷ ഉള്ളിലേക്ക് അങ്ങ് കയറി പോവാണേ. അങ്ങനെ വർഷ പോയി കഴിയുമ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അല്ല അമ്മയ്ക്ക് എന്താ എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? ചന്ദ്രമതി അങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ് കേട്ടോ. ശ്രീകാന്തെ, ഞാനിത് മഹിമയെ കണ്ടിരുന്നു. അല്ല അമ്മയെ എന്തിനാ ഇപ്പോൾ അമ്മയെ ആൻറ്റിയെ കണ്ടത്? അതെ, ഞാൻ ഇവിടെ നടക്കുന്ന നിന്റെ ഭാര്യയും രേവതിയും കൂട്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊന്നും കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റിയല്ല. എന്തായാലും ഈ വീട്ടിലെ ഒരു നല്ല സന്തോഷമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചേ മതിയാവും. അതുകൊണ്ട് ഞാൻ മഹിമയായിട്ട് സംസാരിച്ചു. അപ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അമ്മ ഈ പറയുന്നത് പോലെ ഇവിടെ എന്ത് പ്രശ്നങ്ങളാണ് ഉണ്ടായത്? അതുപോട്ടെ, അമ്മ എന്താ ആൻറ്റിയുടെ അടുത്ത് സംസാരിച്ചതെന്ന് ഇങ്ങനെ ശ്രീകാന്ത് ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഈ സമയം നമ്മുടെ സച്ചിയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ കയറി വരുന്നത്. എടാ ശ്രീകാന്ത്, നിന്റെ ഭാര്യ എന്തെന്ന് ചോദിച്ചിട്ടാണ്. അല്ല സച്ചിയേട്ടാ, നിങ്ങളെന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എന്നാൽ രേവതിയാണ് കേട്ടോ അതിന് മറുപടി പറയുന്നത്. അല്ല ശ്രീകാന്തെ, ദേഷ്യപ്പെടാതെ പിന്നെ എന്താണ് ചെയ്യുന്നത്? ഈ വീട്ടിലെ എന്ത് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ കാരണക്കാരി ഞാനാണോ എന്ന് ചോദിക്കാനേ. അല്ല ചേച്ചി എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എന്താന്ന് വെച്ചാൽ കാര്യം പറയുന്ന ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ സച്ചി ചോദിക്കുന്നുണ്ട്, എടാ നിനക്കൊക്കെ എന്നെ എൻ്റെ ഭാര്യയും കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? നിന്റെ ഭാര്യ എന്താണ് വിചാരിച്ചു വെച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കാനേ. ശ്രീകാന്ത് പറയുന്നുണ്ട്, സച്ചിയേട്ടാ കാര്യം അറിയാതെ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടുന്നത്? നിങ്ങൾ എന്താണ് മനസ്സിൽ വെച്ചിരിക്കുന്നത് എന്നോട് പറഞ്ഞാലല്ലേ ഞാൻ കാര്യം അറിയുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ. സച്ചി പറയുന്നുണ്ട്, ശ്രീകാന്തെ വലിയ വീട്ടിലെ ആളുകളാണെന്ന് കരുതിയിട്ട് ഞങ്ങളെ വായിൽ തോന്നി എല്ലാം പറയാന്ന് ആരും വിചാരിക്കണ്ട എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രമതി എഴുന്നേറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്, എന്തിനാടാ നീ ഇങ്ങനെ കിടന്ന് ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നത്? അതെ, നിങ്ങളുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു കാര്യമാണിത്. ഇതിനകത്ത് നിങ്ങൾ ഇടപെടണ്ട. ശ്രീകാന്തെ, നിന്റെ ഭാര്യ എവിടെയെന്ന് ചോദിക്കുകയാണേ സച്ചി. അത് സച്ചിയുടെ അവള് മുറിയിലുണ്ട്. അതെ, നീ എന്നാ ഇങ്ങോട്ടേക്ക് വാന്നും പറഞ്ഞിട്ട് ശ്രീകാന്തിനെയും കൂട്ടിയിട്ട് സച്ചി റൂമിലേക്ക് അങ്ങ് ചെല്ലുകയാണ്. ശ്രീകാന്ത് ഇങ്ങനെ വീണ്ടും ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടാ എന്താ പ്രശ്നം എന്ന് പറ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും സച്ചി ഒന്നും മൈൻഡ് ചെയ്യാതെ വർഷയെന്ന് വിളിച്ചിട്ട് ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ പോകുന്നത്. ഇവരുടെ പോക്കൊക്കെ കാണുമ്പോൾ ചന്ദ്രമതിക്ക് അങ്ങ് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ആഹാ, മഹിമ എന്തോ ഒന്ന് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നടന്നല്ലോ. എന്തായാലും കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ്. സച്ചിയാണെങ്കിൽ വർഷയോട് ചോദിക്കുന്നുണ്ട്, വർഷേ നിന്റെ അമ്മ എന്തിനാ എൻ്റെ രേവതിയോട് ദേഷ്യപ്പെട്ട് വഴക്കുണ്ടാക്കാനൊക്കെ പോയതെന്ന് ചോദിക്കാനേ. അതിന് കാരണം നിങ്ങളുടെ അമ്മയാണ്, നിങ്ങൾ അവരോട് പോയി ചോദിക്കുന്ന വർഷ പറയുന്നുണ്ട്. അപ്പോഴേക്ക് രേവതിയും പറയുന്നുണ്ട്, അത് ശരി, അവരെന്തെങ്കിലും പറഞ്ഞെന്ന് കരുതിയിട്ട് നിങ്ങളുടെ അമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ വരേണ്ട ആവശ്യമുണ്ടോ? ഞങ്ങളെ എന്തും പറയാമെന്ന് കരുതിയോ എന്ന് ചോദിക്കാണ് കേട്ടോ. അപ്പോഴേക്ക് ശ്രീകാന്തും ചോദിക്കുന്നുണ്ട്, ചേച്ചി അതിനിപ്പോൾ ദേഷ്യപ്പെടുന്ന എന്തിനാ? കാര്യങ്ങൾ പറഞ്ഞു തീർത്താൽ പോരെ? അതിന് വർഷ എന്ത് ചെയ്തു എന്നാ? വർഷ നിങ്ങളെ ഒന്നും ചെയ്തില്ലല്ലോ എന്നൊക്കെ ശ്രീകാന്തും പറയുന്നുണ്ട്. എന്നാൽ സച്ചി പറയുന്നുണ്ട്, ആഹാ, ദേഷ്യപ്പെടാതെ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണോട്ടാന്നൊക്കെ ചോദിച്ചിട്ട് രണ്ടു കൂട്ടരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം താഴെയാണെങ്കിൽ ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഉദ്ദേശിച്ചതുപോലെ തന്നെ നമ്മുടെ രേവതിയും വർഷയും അടിച്ചു പിരിയുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ഈ സമയം ഒച്ചയും ബഹളവും ഒക്കെ കേട്ടിട്ട് രവി വരുന്നുണ്ട് കേട്ടോ. എന്താ ചന്ദ്രേ, എന്തിനാ അവരവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇവിടെ പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ വേറെ ആരാ കാരണം? അവൻ തന്നെ, ആ സച്ചി തന്നെയാണല്ലോ ഈ വീട്ടിൽ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതെന്ന് ഇങ്ങനെ ചന്ദ്ര പറയുകയാണേ.
ഈ സമയം മുകളിൽ നിന്ന് വർഷയാണെങ്കിൽ പറയുന്നുണ്ട്, അതെ സച്ചിയേട്ടാ, നിങ്ങൾ എൻ്റെ അടുത്ത് പറയണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് പോയി പറയുന്നേ. അപ്പോഴേക്കും രേവതി ഇരിക്കുന്നുണ്ട്, നിൻ്റെ അടുത്തല്ലാതെ പിന്നെ ഞങ്ങൾ അവരുടെ അടുത്ത് പറയുന്നത് എന്തിനാ, നിന്നെ കുറിച്ചുള്ള പ്രശ്നങ്ങളാണല്ലോ എന്നൊക്കെ ശ്രീകാന്തും പറയുന്നുണ്ട്. സച്ചിയേട്ടാ, ആവശ്യമില്ലാതെ ഇവിടെ കിടന്ന് ഒച്ചയും ബഹളം ഉണ്ടാക്കല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് 4 പേരുടെയും സൗണ്ട് ഇങ്ങനെ പുറത്തേക്ക് കേൾക്കുന്നുണ്ടല്ലോ. അപ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രേ, അവർ 4 പേരും കൂടിയിട്ടാണോ പ്രശ്നം ഉണ്ടാക്കുന്നത്? ആ അതെ, അവർ 4 പേരും തന്നെയാണ്. പിന്നെ പ്രശ്നം ഉണ്ടാക്കുന്നതിന് കാരണം വേറെ ആര് തന്നെയാ? അപ്പോൾ രവി ചോദിക്കുന്നുണ്ട്, എന്താ ഇപ്പൊ പ്രശ്നത്തിന് കാരണം? എന്താ പ്രശ്നത്തിന് കാരണമെന്നോ? അവളുണ്ടല്ലോ, ആരെ, പൂക്കാരി, അവള് തന്നെയാണ് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഒപ്പിച്ചേക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. രവി അപ്പൊ ചോദിക്കുന്നുണ്ട്, എന്തിനാ ചന്ദ്രേ എപ്പോഴും അവളെ തന്നെ പറയുന്നത്? അവൾ എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്നാ? ഓ, അവളെ അല്ലാതെ അവള് പ്രശ്നം ഉണ്ടാക്കുന്നതിന് പിന്നെ മറ്റാരെ പറയാനാ? അവള് തന്നെയാണ് ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അന്ന് ശ്രുതിയുടെ കാര്യത്തിൽ പോലും ഒരു കാര്യവും ഇല്ലാതെ ഇടപെട്ട് ശ്രുതിയുടെ അടുത്ത് അവൾ വലിയ പ്രശ്നം ഉണ്ടാക്കി. ഇന്നിപ്പോൾ അവളുടെ തനി സ്വരൂപം അവൾ വർഷയുടെ അടുത്തും കാണിച്ചു. പിന്നെ വർഷയല്ലേ അവളെ വെറുതെ വിടുവോ എന്ന് രവി ചോദിക്കുന്നുണ്ട്. അല്ല ചന്ദ്രേ, ഇതിനും വേണ്ടി ഇപ്പോൾ എന്താ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത്? അതൊന്നും എനിക്കറിയില്ല രവിയേട്ടാ. അവിടെ ഭയങ്കര പ്രശ്നം നടക്കുന്നുണ്ടെന്ന് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ ചന്ദ്രമതി പറയുന്നത്. അങ്ങനെ മുഖത്ത് വലിയ ഭാവവ്യത്യാസമൊന്നും കാണിക്കാതെയാണ് പറയുന്നത്. എന്നാൽ എന്താണ് പ്രശ്നം എന്നറിയാതെ രവി ആകെ വിഷമിച്ചിട്ട് അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നുണ്ട്. ഈ സമയം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഏകദേശം പ്രശ്നങ്ങൾ സോൾവ് ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് സച്ചി രേവതിയും പറയുന്നുണ്ട്, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി ഞങ്ങളുടെ കാര്യത്തിൽ ആരും ഇടപെടാൻ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് രവി അവിടെ ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നു കേട്ടോ. അങ്ങനെ രവിയെ കാണുന്നത് സച്ചിക്ക് അങ്ങ് വല്ലാണ്ടാവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇങ്ങനെ പമ്മുന്ന സമയത്ത് രവി ചോദിക്കുന്നുണ്ട്, എന്താടാ, എന്താ ഇവിടെ പ്രശ്നം? അല്ല അച്ഛാ, എത്രയാന്ന് വെച്ചാ ഞാനും എൻ്റെ രേവതിയും സഹിക്കുന്നത്. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ വായത്തോന്നൊക്കെ പറയാനായിട്ട് കേട്ട് നിൽക്കാൻ മാത്രം ഞങ്ങൾ അത്രയ്ക്ക് മണ്ടന്മാരല്ലെന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾക്കും ഞങ്ങളുടേതായ വ്യക്തിത്വം ഇല്ലേ എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ. അപ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട്, അതിനുവേണ്ടി ഇപ്പൊ എന്താ ഇവിടെ പ്രശ്നം ഉണ്ടായത്? നാട്ടുകാർ മുഴുവൻ കേൾക്കുമല്ലോ നിന്റെയൊക്കെ തമ്മിത്തല്ലെന്ന് രവി ഇങ്ങനെ പറയാ. സച്ചിയപ്പ പറയുന്നുണ്ട്, അച്ഛാ, ഇതിനെക്കുറിച്ച് ഇനി കൂടുതലൊന്നും സംസാരിക്കാത്ത നല്ലത്. ഇവരുടെ മുമ്പിൽ ഇനി നിൽക്കാനായിട്ട് എന്നെ കിട്ടില്ല, ഞാൻ കാറ് തുടയ്ക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് രവി ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിച്ചിട്ട് സച്ചി അങ്ങ് ഇറങ്ങി പോവാണ് കേട്ടോ. അങ്ങനെ രവിയും പതുക്കെ സച്ചിയുടെ പുറകെ അങ്ങ് പോകുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്രമതി ഇങ്ങനെ രേവതിയെ കാണുമ്പോഴേക്കും, ആ നിനക്ക് തൃപ്തിയായല്ലോ അല്ലേടി, നീയാണ് ഈ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കുന്നത്, നീ എന്താണ് നീ മനസ്സിൽ കരുതിയേക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണേ. അപ്പോഴേക്കേ രേവതി പറയുന്നുണ്ട്, അതെ വരുന്നവരും പോകുന്നവരും മുഴുവൻ എൻ്റെ തലയിൽ ഇങ്ങനെ കയറി ഇറങ്ങാന്ന് ആരും വിചാരിക്കണ്ട. ഒരു കുടുംബം അല്ലേന്ന് കരുതിയിട്ട് ഞാൻ എല്ലാം കണ്ടും കേട്ടും ക്ഷമിച്ചങ്ങ് പോവുക എന്ന് കരുതിയിട്ട് എല്ലാവരും കൂടിയിട്ട് എൻ്റെ മണ്ടയിലേക്ക് കയറാൻ വരണ്ട. ഇവിടെ എന്തും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് എൻ്റെ കുറ്റമാണെന്ന് പറയാനും നിൽക്കണ്ടെന്നൊക്കെ ഇങ്ങനെ രേവതി ചന്ദ്രമതിയുടെ നേരെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് വർഷം മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. വർഷിക്കുന്നുണ്ട്, എന്നെ കുറിച്ചിട്ടല്ലേ നിങ്ങൾ ഇവിടെ വീണ്ടും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ ഇനി നിങ്ങളുടെ അടുത്ത് ഞാൻ സംസാരിക്കാൻ വരില്ല എന്ന്. അപ്പോഴേക്കും രേവതിയും പറയുന്നുണ്ട്, നിന്നെക്കുറിച്ച് ഞാൻ എന്ത് സംസാരിക്കാനാ, ഞാനും ഒന്നും സംസാരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം രവിയാണെങ്കിൽ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. രേവതിയും വർഷയും കൂടിയിട്ട് ഇങ്ങനെ ഒച്ചയും ബഹളമൊക്കെ ഇടുന്ന കാണുമ്പോൾ രവിക്ക് ഭയങ്കര സങ്കടമാവാണ് കേട്ടോ. കാരണം അവർ രണ്ടുപേരും കൂടിയിട്ട് നല്ല കൂട്ടും സ്നേഹമൊക്കെ ആയിരുന്നല്ലോ. പെട്ടെന്ന് ഇങ്ങനെ രണ്ടുപേരും തമ്മിൽ തല്ലുന്ന കാണുമ്പോൾ രവിക്ക് ഭയങ്കര സങ്കടമായിട്ട് ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് സച്ചിയുടെ അടുത്തേക്ക് കാരണം അറിയാനായിട്ട് അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ വീണ്ടും രേവതി തിരിഞ്ഞു നിന്നിട്ട് പറയുന്നുണ്ട്, ദേ വർഷേ, നീയും ഞാനും ഇനി തമ്മിൽ യാതൊരു ബന്ധവുമില്ല, നീ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പണി നോക്കിയാണ് പോകുന്നതെന്നും പറഞ്ഞ് രേവതി അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് അടുക്കളയിലേക്ക് അങ്ങ് പോവാണേ. ഈ സമയം വർഷയുടെ അടുത്തേക്ക് ചന്ദ്രമതി അങ്ങ് ചെല്ലുന്നുണ്ട്. ചന്ദ്രമതി ആണെങ്കിൽ ചെന്നിട്ട് പറയുന്നുണ്ട്, കണ്ടില്ല വർഷേ, അവള് പറഞ്ഞിട്ട് പോകുന്നത്. അതെ ആൻറ്റി, ഇപ്പോഴാണ് ഈ വീട്ടിലുള്ള എല്ലാവരുടെയും തനി സ്വരൂപം എനിക്ക് മനസ്സിലായതെന്ന് പറയാനേ. ഇതിങ്ങനെ പറയുമ്പോഴേക്കും ചന്ദ്രമതിയുടെ മുഖത്തെ ഭാവവ്യത്യാസങ്ങളൊക്കെ ഇങ്ങനെ വർഷ ചിന്തിക്കുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ രേവതി ഇങ്ങനെ തറപ്പിച്ച് നോക്കുന്നതും ഒരു മുഖത്ത് സന്തോഷമൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോഴേക്കും വീണ്ടും ചന്ദ്രമതി പറയുന്നുണ്ട്, ഇത് തന്നെയാണ് വർഷേ ഞാൻ നിന്നോട് ആദ്യം തൊട്ടേ പറഞ്ഞത്, നമ്മുടെ സ്റ്റാറ്റസിനനുസരിച്ചിട്ടുള്ളവരുമായിട്ട് കൂട്ടുകൂടാവുള്ളൂ എന്ന് നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. ഇപ്പോൾ നീയാണല്ലോ അതൊന്നും ശ്രദ്ധിക്കാതെ എല്ലാവരുമായിട്ട് ഇങ്ങനെ കൂട്ടുകൂടി നടക്കുന്നത്. ഇപ്പോൾ അവൾ അവളുടെ തനി സ്വരൂപം കാണിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്.
വർഷയും പറയുന്നുണ്ട്, അതെ ആൻറ്റി, എനിക്കാണ് തെറ്റുപറ്റിപ്പോയത്. അന്നേ ഞാൻ ആൻറ്റി പറയുന്നത് അനുസരിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറയണേ. ആ, സാരമില്ല വർഷേ, ഇവരൊക്കെ നമ്മൾ കരുതുന്ന പോലെയൊന്നുമല്ല. ഇവരിങ്ങനെ നമ്മുടെ മുമ്പിൽ അഭിനയിച്ച് അവരെ എല്ലാവരെയും അങ്ങ് വശത്താക്കും. പിന്നീടാണ് ഇതിൻ്റെയൊക്കെ തനി സ്വരൂപം മനസ്സിലാക്കുന്നത്. എന്തായാലും വർഷയ്ക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലായല്ലോ, അത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. വർഷയപ്പോൾ പറയുന്നുണ്ട്, അതെ ആൻറ്റി, ആൻറ്റി പറഞ്ഞതുപോലെ ഇപ്പോഴാണ് എനിക്ക് തനി സ്വരൂപം മനസ്സിലാക്കിയത്. എന്തായാലും ഇവരെയൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. ഇത് വർഷ ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോഴേക്ക് രേവതി അടുക്കളയിൽ നിന്നിങ്ങനെ പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ആ കഴുകിക്കൊണ്ടിരുന്ന പാത്രവും കൈ പിടിച്ചുകൊണ്ടാണ് കേട്ടോ രേവതി ഇങ്ങോട്ട് ഒരു വരവ് വരുന്നത്. അതെ, എന്നെ ആരും കൂടുതൽ പാവമാക്കണ്ട. ഞാൻ പാവമാണെന്ന് കരുതിയിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നുകൊണ്ടിരുന്നത്. ഇനി ഞാൻ അങ്ങനെ വലിയ പാവമായിട്ട് നിൽക്കാനും നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വർഷയുടെ നേരെ ചൂടാവുകയാണ് കേട്ടോ. അപ്പോഴേക്ക് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇവിടെ നേരെ കിടന്ന് ചൂടാവുന്നത്? ദേമ്മേ, എല്ലാം കണ്ടിട്ടും കേട്ടിട്ടും എന്നെ കൊണ്ട് ചുമ്മാ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല. ഞാനേ എൻ്റെ തനി സ്വരൂപം ഞാനും പുറത്തെടുക്കും. എല്ലാം കേട്ടുകൊണ്ട് ഞാൻ എന്തായാലും ഇനി മിണ്ടാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ പറയാം കേട്ടോ. നീ പോയി നിന്റെ ജോലി നോക്കടി എന്നും പറഞ്ഞിട്ട് ചന്ദ്രമതി ആണെങ്കിൽ രേവതിനെ അങ്ങ് അകത്തേക്ക് പറഞ്ഞു വിടുകയാണ്. രേവതി ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ തിരിഞ്ഞു പോകുന്നത്. അങ്ങനെ രേവതി അങ്ങോട്ട് പോയി കഴിയുമ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, കണ്ടില്ല വർഷേ, ഇവളൊക്കെ ചന്തപ്പറമ്പിൽ കിടന്ന അടി ഉണ്ടാക്കുന്നത് പോലെയാണ് ഇവളൊക്കെ അടി ഉണ്ടാക്കുന്നത്. ഇവളൊക്കെ ഇങ്ങനെ അഭിനയിച്ച് നിന്നതാണ്. തനി സ്വരൂപം ഇപ്പം അവൾ പോലും അറിയാതെ പുറത്തു വന്നത് കണ്ടില്ലേ? എന്തായാലും വർഷേ, ഇതുകൊണ്ടാണ് ഞാൻ ഇവളെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞത്. എന്തായാലും ശ്രുതി അങ്ങനെയൊന്നുമല്ല. ശ്രുതിക്ക് പണം ഉള്ളതിൻ്റെ വ്യത്യാസം ശ്രുതിയുടെ സ്വഭാവത്തിൽ തന്നെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. എന്തായാലും ആൻറ്റി, എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഇനി ഞാൻ എന്തായാലും രേവതി ചേച്ചിയോട് സംസാരിക്കാൻ പോലും പോയില്ല എന്നും പറഞ്ഞിട്ട് വർഷ അങ്ങ് കയറി പോകുന്നുണ്ട്. അങ്ങനെ വർഷയും കയറി പോയി കഴിയുമ്പോഴേക്ക് ചന്ദ്രമതി ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ. ചന്ദ്രമതിയുടെ പ്ലാൻ എല്ലാം സക്സസ് ആയല്ലോ എന്ന് കരുതിയിട്ട്. ഇന്ന് ഇതിനുള്ളിൽ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇതെല്ലാം നമ്മുടെ വർഷയും ശ്രീകാന്തും സച്ചിയും രേവതിയും എല്ലാവരും കൂടിയിട്ട് തയ്യാറാക്കിയ ഒരു നാടകമായിരുന്നു. നല്ല സൂപ്പറായിട്ട് എല്ലാവരും അഭിനയിച്ച് തകർത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും മനസ്സിലാവാതെ ചന്ദ്രമതി അവിടെ ഭയങ്കര സന്തോഷിച്ച് നിൽപ്പുണ്ട്. ഇത് ചന്ദ്രമതിക്കിട്ടുള്ള പണിയാണെന്ന് പോലും മനസ്സിലാക്കാൻ തുള്ളിച്ചാടുക കേട്ടോ. ഈ സമയം ഇതെല്ലാം കണ്ടിട്ട് ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട് രവിയാണെങ്കിൽ സച്ചിയെടുത്ത് ചെന്ന് പറയുന്നുണ്ട്, എടാ, ഇത്രയും നാള് ഈ വീട്ടില് ചേട്ടനനിയന്മാർ തമ്മിലായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അത് 2 ദിവസം കഴിയുമ്പോൾ മാറുകയും ചെയ്യും. എന്നാൽ ഈ വീട്ടിലേക്ക് കയറി വന്ന മരുമക്കൾ തമ്മിൽ ഇതിങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും? നീയൊക്കെ അതിനെ പറഞ്ഞ് സമാധാനിപ്പിക്കാനുള്ളതിന് അതിന് കൂട്ടു നിൽക്കുവാണോ എന്നൊക്കെ ചോദിച്ചിട്ട് സച്ചിയോട് രവി ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നുണ്ട്. എന്നാൽ സച്ചി ചിരിച്ചുകൊണ്ട്, അച്ഛാ അത് വിട്ടേരെന്ന് പറയാം കേട്ടോ. അപ്പോഴേക്ക് രവി ചോദിക്കുന്നുണ്ട്, എന്താ ഞാൻ വിടേണ്ടത്? നിനക്കിതെല്ലാം തമാശയാണോ? ഇത്രയും നാൾ നീയാണ് ഈ വീട്ടിൽ ഒച്ചയും ബഹളവും വെച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ രേവതി അവിടെ കിടന്ന് എത്രമാത്രം ഒച്ചയാണ് വെക്കുന്നത്. ഞാൻ കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിൽ സമാധാനവും സ്വസ്ഥതയൊക്കെ ആഗ്രഹിച്ച് ഉത്തരവാദിത്തത്തോടു കൂടി നിൽക്കുന്നത് രേവതി മോളാണ്. എന്നാൽ ഇന്ന് രേവതി ഇങ്ങനെയൊക്കെ പെരുമാറിയത് എനിക്ക് വല്ലാതെ വേദനിപ്പിക്കുന്നു. നാട്ടുകാർ മുഴുവൻ കേട്ടിട്ടുണ്ടല്ലോ നിന്റെയൊക്കെ ഒച്ചപ്പാടെന്നൊക്കെ ഇങ്ങനെ രവി പറയുകയാണേ. അപ്പോഴേക്ക് സച്ചി വീണ്ടും അത് പോട്ടെ അച്ഛാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ രവി വീണ്ടും ചോദിക്കുന്നുണ്ട്, എടാ സച്ചി, നീ എന്താ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് എന്നോട് പറഞ്ഞാൽ പോരെ? അത് ഞാൻ സംസാരിച്ച് തീർക്കില്ലേ? അതിനൊന്നും നിൽക്കാതെ നിങ്ങളിങ്ങനെ കിടന്നുകൊണ്ട് പരസ്പരം തമ്മിൽ തല്ലിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്ത് സമാധാനം ഉണ്ടാവുന്നത്? ഇതിപ്പോൾ ഈ കുടുംബത്തിൽ എന്ത് സ്വസ്ഥതയാണ് ഉള്ളത്? ഇതൊന്നും ഓർത്തിട്ട് എനിക്ക് ഒരു സമാധാനം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ രവി പറയുകയാണേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛൻ ടെൻഷൻ അടിക്കുവോ വിഷമിക്കുവോ ഒന്നും വേണ്ട. ഇതത്ര നിസ്സാര കാര്യം അല്ലേ അച്ഛാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും രവി വയ്ക്കുന്നുണ്ട്, എന്താടാ നിങ്ങൾ 4 പേരും കൂടി വീട്ടിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതാണോ നിസ്സാര കാര്യം? നിനക്കിത്ര തമാശയാണോ എന്നൊക്കെ ചോദിക്കുകയാണേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എൻ്റെ അച്ഛനൊന്ന് സമാധാനപ്പെട്. ഇതത്ര വലിയ കാര്യമൊന്നും അല്ല. എടാ, എന്താ ഇത്ര വലിയ കാര്യമല്ലെന്നുള്ള? അത് ഞങ്ങൾ ചുമ്മാ 4 പേരും കൂടി ചേർന്ന് ഒരു ഡ്രാമ കാണിച്ചാണെന്ന് പറയണേ. അപ്പോഴേക്കും രവി വയ്ക്കുന്നുണ്ട്, എന്താണ് നീ പറയുന്നത്? ഡ്രാമയോ? അതേ ഞങ്ങൾ 4 പേരും കൂടി ആ റൂമിൽ കയറിയിരുന്ന് ജോളിയായിട്ട് ബിസ്ക്കറ്റ് കഴിക്കുകയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരും ഓരോ ഡയലോഗ് അങ്ങ് പറഞ്ഞതേ ഉള്ളന്നേ. അപ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട്, എന്താടാ നീ പറയുന്നത്? ഡ്രാമയാണെന്നോ? എന്തിനു വേണ്ടിയിട്ട്? അതെ അതെ, അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു പണിയായിരുന്നു അത്.
രവി വീണ്ടും പറയുന്നുണ്ട്, എടാ സച്ചി, നീ എന്താന്ന് വെച്ചാൽ ഒന്ന് തെളിച്ച് പറ, എനിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ലെന്ന് പറയണേ. അതെ അച്ഛാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ രേവതിയുടെ അടുത്ത് ഏറ്റവും നല്ല സ്നേഹത്തോടു കൂടിയും ബഹുമാനത്തോടു കൂടിയും പെരുമാറുന്നതാര്? അത് നീയല്ലേ എന്ന് ചോദിക്കണേ. ഓ, ഞാനല്ല, ഞാൻ കഴിഞ്ഞ പിന്നെ ആരാണ്? രേവതി ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വന്തം അനിയത്തിയായിട്ട് കരുതുന്നത് ആരെയാണെന്ന് ചോദിക്കണേ. അത് വർഷയാണ്. അതെ അച്ഛാ, അവർ രണ്ടുപേരും നല്ല സ്നേഹത്തോടു കൂടിയിട്ട് വർഷ എപ്പോഴും രേവതിനെ സപ്പോർട്ട് ചെയ്യും, നല്ല സ്നേഹത്തോടു കൂടിയല്ലേ ചെയ്യുന്നത്. അത് കാണുമ്പോൾ അമ്മയ്ക്ക് എന്ത് തോന്നിയിട്ടുണ്ടാവും എന്ന് ചോദിക്കണേ. ആ, അവളെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പിച്ചും പെയ്യും ഒക്കെ പറയുന്ന കേൾക്കാം അവരെക്കുറിച്ച്. പിന്നെ എന്ത് തോന്നാനാന്ന് ചോദിക്കണേ. അതെ അച്ഛാ, അതൊരു ഫയർ എഞ്ചിൻ വിളിക്കേണ്ട ഒരു അവസ്ഥയിലാണ് അമ്മയുടെ വയറ് കത്തി എരിയുന്നതെന്നേ. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, അതൊക്കെ ശരിയാ, അതും ഇതുമായിട്ട് എന്താ ബന്ധം? അതേ, നമ്മുടെ രേവതിയും വർഷയും തമ്മിൽ തെറ്റിക്കാനായിട്ട് അമ്മ ഇന്ന് വലിയൊരു പ്ലാൻ തയ്യാറാക്കിയിരുന്നു എന്ന് പറയുക സച്ചി. രവി അപ്പം ചോദിക്കുന്നത്, എന്താടാ, എന്ത് സംഭവമാണ് ഇവിടെ ഉണ്ടായത്? അതെ അച്ഛ, ഇന്ന് അമ്മയാണെങ്കിൽ ഇന്ന് പോയി മഹിമ ആൻറ്റിയെ കണ്ടിരുന്നു. എന്തിന്? അവൾക്ക് എന്തിൻ്റെ കുഴപ്പം അത്? അതെ, ഇന്ന് പോയി മഹിമ ആൻറ്റിയെ കണ്ടിട്ട് ഇവിടെ രേവതിയും വർഷയും കൂടിയിട്ട് വർഷയെ കൂട്ടിയിട്ട് രേവതി ഓരോന്നൊക്കെ ചെയ്യിപ്പിക്കുകയാണെന്നും ഇവിടെ വർഷയാണെങ്കിൽ അമ്മയെ അനുസരിക്കാത്തത് രേവതി പറഞ്ഞിട്ടാണെന്നും നിങ്ങളുടെ മക്കളെ മോളെ നിങ്ങൾ ഇങ്ങനെയാണോ വളർത്തി വലുതാക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് മഹിമ ആൻറ്റിയെ വിളിച്ചിട്ട് സംസാരിച്ചു എന്ന് പറയണേ. ചന്ദ്രയോ, ഇവളിത് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുമ്പോഴേക്കും പറയുന്നുണ്ട്, അതേ വെച്ചാൽ വർഷയും രേവതിയും തമ്മിൽ തെറ്റിക്കുക, അതായിരുന്നു അമ്മയുടെ ലക്ഷ്യം. അവരതിന് തോന്നിയതെല്ലാം രേവതിയും കൂട്ടിയിട്ട് വർഷയെ നന്നായിട്ട് മഹിമ ആൻറ്റിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് സച്ചി ഇങ്ങനെ പറയുക. എന്നാൽ രവി പറയുന്നുണ്ട്, അയ്യോ എടാ, എന്നിട്ടിപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടായി? ഓൾറെഡി മഹിമയാണെങ്കിൽ വായിൽ തോന്നിയ എല്ലാം വിളിച്ചു പറയുന്ന ഒരാളാണ്. ചന്ദ്ര ഇപ്പോൾ ഇങ്ങനെയും കൂടി പറഞ്ഞപ്പോൾ മഹിമ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുമല്ലോ. ആ അച്ഛാ, അത് എപ്പോഴേ ഉണ്ടായി കഴിഞ്ഞു എന്ന് പറയണേ. ഇപ്പോൾ രവി ചോദിക്കുന്നുണ്ട്, എന്താടാ, എന്ത് പ്രശ്നം ഉണ്ടായിന്ന്? അങ്ങനെ സച്ചിയാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ. മഹിമ വന്നിട്ട് രേവതിയോട് ചീത്ത പറഞ്ഞതും രേവതിക്ക് ഒരുപാട് വിഷമമായതും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രവി ചോദിക്കുന്നുണ്ട്, എടാ, അപ്പോൾ രേവതി മോക്ക് ഇതെല്ലാം കേട്ടിട്ട് ഒരുപാട് വിഷമമായി കാണില്ലേ? അതേ വെച്ചാൽ രേവതിക്ക് ഒരുപാട് വിഷമമായി. ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് നേരിട്ട് പോയിട്ട് വർഷയുടെ അമ്മയ്ക്കിട്ട് ഒരെണ്ണം പൊട്ടിക്കാനാണ് തോന്നിയെന്ന്. എടാ, നീ അപ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങൾ വഷളാക്കുകയല്ലേ ഉള്ളൂ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് രവി. അങ്ങനെ വെച്ചാൽ ഇതെല്ലാം കണ്ടിട്ട് രേവതിയുടെ സങ്കടം സഹിക്കാൻ വയ്യാതെ ഞാൻ രേവതിയും കൂട്ടിയിട്ട് വർഷയുടെ വീട്ടിലേക്ക് പോയതാണെന്ന് പറയുകയാണേ. അപ്പോഴേക്കും രവി വയ്ക്കുന്നുണ്ട്, എടാ, നീ അവിടെ ചെന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും, ഇല്ല അച്ഛാ, ഞാൻ രേവതിയും കൂട്ടിയിട്ട് ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ടാണ് പോയത്. പിന്നെയാണ് രേവതി എന്നോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരെന്തായാലും ഇങ്ങനെ ചെയ്തതിന് അവരുടെ കെട്ടിയവനായിരിക്കും കാരണം. അപ്പോൾ അങ്ങേർക്കിട്ട് പോയി ഒന്നുകൂടി പൊട്ടിക്കാമെന്നും പറഞ്ഞിട്ടാണ് ഞാൻ രേവതിയും കൂട്ടി പോയത്. എന്നാൽ രേവതി ചോദിക്കുന്നുണ്ട് എന്നോട്, ഇതെല്ലാം കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമോ? സച്ചിയേട്ടാ, അവർ സംസാരിച്ചതിന് നല്ല മറുപടിയും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രശ്നത്തിന് മൂല കാരണം നിങ്ങളുടെ അമ്മയാണ് എന്നിങ്ങനെ രേവതി പറഞ്ഞു എന്ന് പറയാനേ. അങ്ങനെ ഇത് കേൾക്കുമ്പോൾ സച്ചി ആകെ ഷോക്കാവുന്നുണ്ട്. എന്താ രേവതി നീ പറഞ്ഞത്, അമ്മയാണെന്നോ? അതെ സച്ചിയേട്ടാ, ഇതിൻ്റെ ഇപ്പോൾ ഞാനും വർഷയും തമ്മിൽ ഭയങ്കര സ്നേഹത്തോടു കൂടിയാണല്ലോ ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അമ്മയാണ് മഹിമ ആൻറ്റിയോട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തതെന്നൊക്കെ എന്നോട് രേവതിയാണ് അച്ഛ പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായി ചിന്തിക്കാൻ പോലും കഴിഞ്ഞത്. അല്ല, രേവതി പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ നേരെ വർഷയുടെ വീട്ടിലേക്ക് ചെന്നേനെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രവി പറയുന്നുണ്ട്, എന്തായാലും അത് നന്നായി. അങ്ങനെ സച്ചിയാണെങ്കിൽ രേവതിയോട് പറയുന്നുണ്ട്, രേവതി, എന്നാൽ പിന്നെ അവരെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ, നീ വാ, ഇത് അവരോട് പോയി നേരിട്ട് ചോദിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ, നമ്മളിതിപ്പോൾ ചോദിച്ചാൽ അമ്മയ്ക്ക് ഒന്നും അറിയില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെന്നേ പറയുള്ളൂ. ഇതിനൊക്കെ ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേരും കൂടി പോയിട്ട് അവരോട് വഴക്കുണ്ടാക്കണമെന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും സച്ചി വയ്ക്കുന്നുണ്ട്, എന്താ രേവതി നീ പറയുന്നത്? ശ്രീകാന്തിനും വർഷയോടും നമ്മൾ പോയി വഴക്കുണ്ടാക്കാനോ? അതേ സച്ചിയേട്ടാ, വഴക്കുണ്ടാക്കുമല്ല, അത് നമ്മൾ വഴക്കാണെന്ന് അമ്മയ്ക്ക് ബോധ്യപ്പെടണം. ഇല്ലെങ്കിൽ അമ്മ ഇതിന് വീണ്ടും വീണ്ടും തമ്മിൽ തെല്ലിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ പ്രശ്നങ്ങൾ കാട്ടിക്കൂട്ടിക്കൊണ്ടേയിരിക്കുമല്ലോ. അപ്പം അമ്മയുടെ മുമ്പിൽ നമ്മൾ വഴക്കുണ്ടാക്കി ഞാനും വർഷയും തമ്മിൽ മിണ്ടുന്നില്ലെന്ന് ബോധിപ്പിക്കണം. അപ്പോൾ അമ്മ അങ്ങ് അടങ്ങിക്കോളൂ എന്നിങ്ങനെ രേവതിയാണച്ചാൽ ഇങ്ങനെ ഒരു ഐഡിയ തന്നേന്നിങ്ങനെ രവിയോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശദീകരിച്ച് കൊടുക്കുകയാണ് കേട്ടോ സച്ചി.
അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് അച്ഛാ, ശ്രീകാന്തിനെയും വർഷയും വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞങ്ങൾ അമ്മയുടെ മുമ്പിൽ ഒരു ഡ്രാമ നടത്തിയതാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ രവിയുടെ ചുണ്ടിലും ചെറിയൊരു പുഞ്ചിരിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം നമ്മുടെ എപ്പിസോഡിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇവർ റൂമിലിരുന്ന് ഇങ്ങനെ ചിപ്സും ബിസ്ക്കറ്റും ഒക്കെ തിന്നുകൊണ്ടിരിക്കുമ്പോഴും ഡയലോഗുകൾ ഇങ്ങനെ പറയാൻ വരുന്നു, സച്ചി മറന്നു പോകുന്നതും അവരുടെ വഴക്കുകളും ഒക്കെ ഇങ്ങനെ കാണാനായിട്ടൊക്കെ നല്ല സൂപ്പറാണ്. നമുക്ക് എപ്പിസോഡ് വരെ കാത്തിരിക്കാം. നമ്മുടെ ചാനൽ ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതിൻ്റെ ബാലൻസ് ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.